ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ്. നമുക്ക് 5.6K ഫോളോവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഗീവ് അവേ, അതായത് ഒരു കിറ്റ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. 2 കിറ്റാണ് പ്ലാൻ ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള കിറ്റും 2 എന്ന് പറയുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള കിറ്റ് വേണം. ഇത് രണ്ടുമാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള കിറ്റ് ഇത്രയും നാൾ നമ്മളെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയവർക്ക് വേണ്ടിയിട്ടും, സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ എല്ലാ കൂട്ടരും ഉൾപ്പെടും കേട്ടോ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടരെയും ഉൾപ്പെടുത്തിയിട്ട് ഈ 2 കിറ്റാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറേ നാളായി നമ്മൾ അങ്ങനെ കിറ്റും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. കാരണം നമുക്കങ്ങനെ മുതലായിട്ട് വന്നാലല്ലേ നമുക്ക് കിറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റൂ. കാരണം നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഏറ്റവും വില കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സെയിൽ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും വില കുറച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് കിറ്റും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കിറ്റും കൂടെ കൊടുക്കുമ്പോൾ നമുക്കതിൽ ലാഭം മുതലായി വരത്തില്ല. പിന്നെ നമ്മളെ കയ്യിൽ നിന്നിട്ട് നമുക്ക് കിറ്റ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ 2 കിറ്റും നമ്മളങ്ങനെ കയ്യിൽ നിന്നിട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ വേറെ എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് സാധനം നിങ്ങൾ അതായത് ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കസ്റ്റമേഴ്സ് കിറ്റിൽ പങ്കാളിയാവാൻ പറ്റും. പിന്നെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബറായിട്ടുള്ള ആർക്ക് വേണോ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലത്തിനിടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരു മൊട്ട് സൂചിയെങ്കിലും വാങ്ങിയിട്ടുള്ള, അതായത് ഇത്ര രൂപയ്ക്കാണെന്ന് വെച്ചാൽ ഒരു ലിമിറ്റഡ് എമൗണ്ടൊന്നുമില്ല, അതുപോലെ തന്നെ ഇത്ര രൂപ മിനിമം എന്നുമില്ല. നിങ്ങൾ ഇത്രയും നാളിനിടയ്ക്ക് എപ്പോഴെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ആ പൈസ അയച്ചതിൻ്റെ റെസിപ്റ്റ്, അതായത് നമ്മൾ ഗൂഗിൾ പേ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ റെസിപ്റ്റ് നമ്മൾ ആ ഗൂഗിൾ പേയിൽ കാണുമല്ലോ. അപ്പോൾ ആ റെസിപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഇത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇത് കൊടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. എൻ്റെ ഈ ഫോണിൽ നമ്മുടെ ബിസിനസ് അക്കൗണ്ടിൽ നിറച്ച് ഒരു പെങ്കൊച്ചിൻ്റെ വക വായി തോന്നിയ മെസ്സേജുകളാണ് കേട്ടോ. വായി തോന്നിയ മെസ്സേജുകളാണ്. ലാസ്റ്റ് എൻ്റെ അടുത്ത് പോയി പിച്ച എടുക്കാനൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചേക്കുന്നത്. പുള്ളിക്കാരിയുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പരും പബ്ലിക് ആക്കാത്തത് എൻ്റെ മാന്യത. കാരണം നമ്മൾ 25 ബോ 100 രൂപയ്ക്ക് കൊടുത്തിരുന്നല്ലോ. അപ്പോൾ ഇതിന് മുന്നേ നമ്മളിതുപോലെ ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മെറ്റൽ ബോയിൽ നമ്മൾ ഈ റബ്ബർ ചുറ്റിയിട്ടാണ് വരുന്നത്. അതിൻ്റെ റബ്ബറിൻ്റെ ചെറിയ കറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാറ്റിൻ ബോയിൽ ഒരു കംപ്ലയിൻറ്റും ഞാൻ നോക്കിയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ഇനി എന്തെങ്കിലും സ്ക്രാച്ചോ അതുപോലെ നൂല് പൊങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ സ്റ്റോക്ക് എന്ത് ചെയ്തത് കൊടുത്ത് മാറ്റിയിട്ട് പുതിയ കളർ, ലാവൻഡർ കളറ്, ഓറഞ്ച്, വൈറ്റ്, ഗ്രീന്, അങ്ങനെ കുറേ പുതിയ കളർ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തത്. റെഡ്, ബ്ലാക്ക് നമ്മുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ 25 ബോ 100 രൂപയ്ക്ക്, അതായത് എൻ്റെ കയ്യിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചല്ലോ ഒരു പെട്ടി ബോയ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് വില കുറച്ചിട്ട് കൊടുത്തത്. മാത്രമല്ല ഇതിന് മുന്നേ നമ്മൾ 4 രൂപയ്ക്ക് കൊടുത്തിട്ടുള്ള ബോയ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി, ചിലത് ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കില്ല. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടിട്ടാണ് കൊടുക്കുന്നത്. നല്ലതും ചീത്തയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടിട്ടാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇവർ ഈ വീഡിയോ ഇട്ട് രണ്ടാമത് എനിക്ക് മെസ്സേജ് അയച്ച വ്യക്തിയാണ് ഈ പുള്ളിക്കാരി. അപ്പോൾ അവർ മെസ്സേജ് അയച്ച് അവർക്ക് വൈറ്റ് ബോ തന്നെ 25 എണ്ണം വേണമെന്ന് പറഞ്ഞ് പൈസ ഇട്ട് 100 രൂപ ഇട്ട് ഞാൻ അവരുടെ സാധനം മാറ്റി വെച്ച് അയക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അയക്കണ്ട, അവർക്ക് പിന്നെ അയച്ചാൽ മതി, വേറെ എന്തെങ്കിലും കൂടെ വേണമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ കുറേ പേരും ഇതുപോലെ സാധനങ്ങൾ മാറ്റി വെച്ചപ്പോൾ ഞാൻ അപ്പോഴെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു വൈറ്റ് ബോ 100 ചില്ലറ പീസേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴെപ്പോഴും എടുക്കുന്ന സാധനങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കുള്ള കവറിലിട്ട് അത് ഒട്ടിച്ചിട്ടില്ല, അഡ്രസ്സും എഴുതാതെ ഒട്ടിക്കാതെ അതിൽ നമ്പർ, അതായത് പൈസ ഇടുന്ന മുറയ്ക്ക് 1, 2 എന്ന് എഴുതി വട്ടമിട്ട് വെച്ചിട്ട് പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഒരു അയക്കാൻ പറയുമ്പോഴത്തേക്കിന് അഡ്രസ്സും എഴുതി അയച്ചുകൊണ്ടിരുന്നത്. വേറെ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ അതിൽ വെച്ചാണ് അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ ഇതുപോലെ സാധനം എടുത്ത് രണ്ടാമത് എടുത്തതാണ്. അപ്പോൾ രണ്ടാമത് എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ഞാൻ ഏറ്റവും അഴുക്ക പീസ് നോക്കി ഒരു കാരണവശാലും കൊടുക്കത്തില്ല. വൈറ്റ് ബോയാണ് ഇവരെടുത്തത്. അപ്പോൾ ഞാൻ ഇത് സാധനങ്ങളെല്ലാം മാറ്റി വെച്ചു, ഇവർക്ക് അയച്ചും കൊടുത്തു. അന്ന് അയച്ചില്ല, കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ അയക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്ത് സാധനം അവരെ കയ്യിൽ കിട്ടി. അവർ സാധനം യൂസ് ചെയ്തതിന് ശേഷം അവരെനിക്ക് മെസ്സേജ് അയക്കുകയാണ്, ഇതുപോലെ ബോയിലെല്ലാം ചെളിയാണല്ലോ എന്ന്.
അപ്പം നമുക്ക് ഒരാൾ നമ്മളെ ജെന്യുവിനായിട്ടുള്ള കസ്റ്റമർ സംസാരിക്കുന്നതും നമ്മൾ എന്താണ് സാധനം വാങ്ങിയതിന് ശേഷം തിരിച്ച് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നതും കേൾക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള മൂളയൊക്കെ എന്തായാലും എൻ്റെ തലയ്ക്കുണ്ട്. അപ്പം ഇത് മൊത്തം ചെളിയാണല്ലോ, നിങ്ങൾ തന്ന സാധനം മൊത്തം ചെളിയാണല്ലോ എന്ന്. അപ്പം ഞാൻ ഈ സമയത്ത് എവിടെയോ അർജൻറ്റായിട്ട് നിൽക്കുകയായിരുന്നു, എനിക്ക് തോന്നുന്നു കല്യാണ വീട്ടിലങ്ങോട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ റിപ്ലൈ അയച്ച് 4 രൂപയുടെ ബോയല്ലേ എന്ന് ചോദിച്ചു. 4 രൂപയുടെ ബോയല്ലേ ഇവർക്ക് ഞാൻ അയച്ചു തന്നു, കാരണം പഴയ മെസ്സേജ് എല്ലാം എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി. അപ്പോൾ 4 രൂപയുടെ ബോയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് കുറേ വോയിസ് മെസ്സേജ്, ഒറ്റ വോയിസ് മെസ്സേജ് അയച്ചോളൂ, കുറേ നീട്ടി പിടിച്ചൊരു വോയിസ് മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ അവർക്ക് അയച്ച മെസ്സേജാണ് ഈ കാണുന്നത്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയാൻ വയ്യ. അവർ വോയിസ് മെസ്സേജ് അയച്ച് ഇത് ഫുള്ള് ചെളിയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ 4 രൂപയുടെ ബോയല്ലേ എന്ന് ഞാൻ ചോദിച്ചത്. ഈ നോക്കിക്കോ, ഇതിന് മുമ്പോട്ടുള്ള മെസ്സേജ് ഒന്നും തന്നെ എൻ്റെ കയ്യിലില്ല, മെസ്സേജ് എല്ലാം പോയി. അപ്പോൾ ആരാണ് നമുക്ക് മെസ്സേജ് അയച്ചതെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് 4 രൂപയുടെ ബോയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി 4 രൂപയ്ക്ക് എന്തായാലും ഫസ്റ്റ് ക്വാളിറ്റി 4 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ, വീഡിയോ കൃത്യമായിട്ട് കണ്ടു നോക്കുമെന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. കാരണം ഇപ്പോൾ കൊണ്ടുവന്ന ഫ്രഷ് പീസ് നമുക്ക് 4 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ, നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുമെന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അതിന് അവർ എന്തൊക്കെയോ കുറേ വോയിസ് മെസ്സേജ് അയച്ച്. ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യാനോ ശ്രദ്ധിക്കാനോ ഒന്നും പോയില്ല. കാരണം ഞാൻ അവർ പൈസ തന്നു, അവർക്ക് സാധനം അയച്ചിട്ട് കുറേ ദിവസമായി അവരത് യൂസ് ചെയ്തു. പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് നമുക്കൊരാളുടെ സംസാര രീതി കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുമല്ലോ അവർ എന്താണ് അവരെ ഉദ്ദേശമെന്ന് അറിയാൻ പറ്റും. അപ്പം ഞാൻ പിന്നെ അതിന് മറുപടി കൊടുക്കാനോ കാര്യങ്ങളോ ഒന്നും പോയില്ല. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങോട്ട് അയച്ച് ഞാൻ അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോയിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ മുതൽ പുള്ളിക്കാരി എൻ്റെ വീഡിയോസിൻ്റെ ഇടയിൽ നിർത്താതുള്ള കമൻസ് ഇടലാണ്. കമൻസ് ഇടലെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അവരെ പറ്റിച്ചു, അടുപ്പിൽ വെച്ച് കത്തിക്കാൻ പറ്റുന്ന ബോയാണ് അവർക്ക് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ബോയ് ഇടുന്നത്. അടുപ്പിൽ വെച്ച് കത്തിക്കാൻ പോലും കൊള്ളാത്ത ബോയാണെങ്കിൽ ഇവരെന്തിനത് യൂസ് ചെയ്തു? ഞാനായാലും ഇപ്പോൾ ഒരു സാധനം ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഫോട്ടോ കാണിച്ചിട്ട് നമ്മളത് റിട്ടേൺ ചെയ്യട്ടെ എന്ന് ചോദിച്ച് റിട്ടേൺ ചെയ്യും. ഇത് സാധനം വാങ്ങി ഉപയോഗിച്ച് സെയിൽ ചെയ്തതിന് ശേഷം ഇതിപ്പോൾ എന്ത് ചെയ്യുമെന്നും ഇത് അടുപ്പിൽ വെച്ച് കത്തിക്കാൻ പോലും കൊള്ളൂല, അവരെ ചതിച്ചു എന്ന് പറഞ്ഞ് ഇവർ വീഡിയോ ഇടേണ്ട ആവശ്യമില്ല. കാരണം അവരെൻ്റെ ഇതിൽ നിന്ന് കാർട്ട് ചെയ്ത് സാധനം വാങ്ങിയതല്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇത് ഓഫർ പ്രൈസിൽ റേറ്റ് കുറച്ച് കൊടുത്ത സാധനം 100 രൂപ കൊടുത്ത് വാങ്ങിയിട്ട് അതിനവർ കംപ്ലയിൻറ്റ് പറഞ്ഞ് അടിയിൽ അവരെന്തൊക്കെയോ കമൻസ് കുറേ ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ കൊടുത്തു. ഞാൻ പറയാത്ത കാര്യമാണ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞത് എൻ്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള തെളിവുണ്ട്. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തു, ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത് എന്ന് റിപ്ലൈ കൊടുത്തു. അപ്പോൾ അതിൻ്റെ അടിയിൽ എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയ വേറെ ഒരുപാട് പേരും, ഞാൻ പറഞ്ഞില്ലേ കുറേ പോയുണ്ടായിരുന്നു, ഒരു 500-ഓളം പോയുണ്ടായിരുന്നു. 500 അല്ല, അതിൽ കൂടുതലുണ്ടെങ്കിലും ഉള്ളപ്പം വാങ്ങിയ ആരോ ഒരാൾ കമൻറ്റ് ഇട്ടേക്കുന്നുണ്ട്, ഞാൻ 100 രൂപയ്ക്ക് മുകളിൽ വാങ്ങി, അതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതെൻ്റെ സ്ഥിരം കസ്റ്റമറാണെന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആരാണെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മളെ സാധനം വാങ്ങുന്ന ആളിൻ്റെ പേരായിരിക്കത്തില്ലല്ലോ ഇതിൽ കിടക്കുന്നത്. അപ്പോൾ ആ വിഷയം അവിടെ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചപ്പം ഇന്ന് കാലത്തായപ്പോൾ വീണ്ടും അവർ അതിൻ്റെ അടിയിൽ കമൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ നമ്മളതിൽ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടുള്ള കമൻറ്റാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ അത് കേൾക്കേണ്ട ആവശ്യമില്ല, ഞാൻ ആരെയും പറ്റിച്ച് ജീവിക്കുന്ന ഒരാളല്ല. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജാണ്. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ സാധനം തിരിച്ചയച്ചോ, നിങ്ങളെ പൈസ 100 രൂപയല്ല ഞാൻ തിരിച്ചു കൊടുക്കാം. അപ്പം അവർക്ക് സാധനം അവരുടെ കയ്യിൽ സംഭവം ഇല്ല, അവരത് ഉപയോഗിച്ച് കഴിഞ്ഞു. എനിക്ക് 15 പീസ് മാറ്റി തരണം, ബാക്കി സാധനം എനിക്ക് വേണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞ് എൻ്റെ സാധനം അടുപ്പിൽ വെച്ച് കത്തിക്കാനേ കൊള്ളാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് 15 പീസിൻ്റെ ആവശ്യമില്ലല്ലോ, നിങ്ങൾ മൊത്തമായിരിക്കും നിങ്ങൾ 100 രൂപ തിരിച്ചു തരാം, അത്രയും പറഞ്ഞോളൂ. അതിനവർ എനിക്ക് പിച്ച എടുക്കാൻ വയ്ക്കൂടെ, 10 പേരെ 100 രൂപ വെച്ച് പറ്റിച്ചാൽ എനിക്ക് എത്ര രൂപയാവുന്നു എന്ന് വെച്ചാൽ ഇവർക്ക് എന്തോ സാധനം കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇവരെ പറ്റിച്ച് ഇവരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയ പോലെയാണ് ഇവർ സംസാരിക്കുന്നത്. ഇവർക്ക് ഞാൻ സാധനം അയച്ചു കൊടുത്തതും ഇവരത് ഉപയോഗിച്ചതിനും അതിനെക്കുറിച്ച് ഇവർക്കൊന്നും പറയാനില്ല. ഞാൻ മറ്റുള്ളവരെ പറ്റിക്കുന്നു എന്നൊരു രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവസാനം പുള്ളിക്കാരി അയച്ചേക്കുന്ന മെസ്സേജുകളൊക്കെ കാണാം. അപ്പോൾ ഇവരെ സംഭവം ഞാൻ ഇവർക്ക് സാധനം അയച്ചതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അവർ അഡ്രസ്സ് അതുപോലെ അവർ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ മെസ്സേജ് പോകുമല്ലോ. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ലാസ്റ്റും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സാധനം വേണ്ടെങ്കിൽ തിരിച്ചയക്കൂ, റിട്ടേൺ ചെയ്യുമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോഴവർ പറയുന്നത് ഞാൻ മാന്യത കാണിക്കണം, പിന്നെ ഞാൻ പിച്ചക്കാർക്ക് 60 രൂപയാണ് ഇപ്പോൾ അവർക്ക് ഞാൻ കൊടുക്കാറുള്ളൂ, 60 രൂപ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം പിച്ചക്കാർക്ക് കൊടുത്തെന്ന് വിചാരിച്ചോളാം, ഞാൻ പിച്ച എടുക്കാൻ പറ്റൂടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പം ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ ഇവരെ അങ്ങ് ബ്ലോക്ക് ചെയ്തു. എനിക്ക് ഇവരുടെ അടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി അങ്ങ് ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞിട്ട്
ഇവരെ ഫോൺ നമ്പരും ഇവരെ അഡ്രസ്സും ഒക്കെ വെച്ച് ഇവരെക്കുറിച്ച് ഞാനൊന്ന് ചെറുതായിട്ട് അന്വേഷിച്ചു. കാരണം നമ്മൾ കുറേ നാളുകൊണ്ട് ഈ പരിപാടി ചെയ്യുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് മിക്കവാറും ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പരിചയക്കാരും കാര്യങ്ങളൊക്കെ നമ്മളെ കസ്റ്റമേഴ്സ് ആരെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ഒന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് അറിഞ്ഞു അവരുടെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ്. വേറെ 2-3 പേരെയൊന്നും ഇതുപോലെ അവർ സാധനം വാങ്ങിയിട്ട് ഇവരിതുപോലെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഉടായിപ്പുണ്ടാക്കിയിട്ട് പൈസ തിരിച്ച് മേടിപ്പാണ് അവരുടെ ജോലി. അപ്പോൾ ഇവർ ഇതുപോലെ വേറെ 1-2 പേരുമായിട്ട് ഇവർ ഇതുപോലെ അടി ഉണ്ടാക്കിയെന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെയും വീഡിയോയ്ക്ക് താഴെ കയറി ഇവർ കമൻറ്റ് ചെയ്തെന്നും ഒക്കെയാണ് പറയുന്നത്. അപ്പം എൻ്റെ പൊന്ന് ചേച്ചി, കമൻ്റ് ഇടുന്ന ചേച്ചി, നിങ്ങൾ 60 രൂപ കൊണ്ടല്ല എൻ്റെ വീട്ടിൽ കഞ്ഞി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്നൊരു വ്യക്തിയാണ് സാധനങ്ങൾ. അപ്പം നിങ്ങൾ 60 രൂപ നിങ്ങളെ വീട്ടിൽ വന്ന് താലം എടുത്ത് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് സാധനം വാങ്ങിപ്പിച്ചില്ല. വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിച്ച സാധനം തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തന്നത്. എനിക്ക് 100% ഉറപ്പുണ്ട്. നിങ്ങൾക്ക് തന്ന 25 പോയും നല്ല ക്വാളിറ്റി ഉള്ള 1 നമ്പർ പോ തന്നെയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നിട്ടും ഞാൻ മാന്യമായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പൈസ തിരിച്ചു തരാം, സാധനം അയച്ചോളാൻ പറഞ്ഞു. ഇപ്പോൾ സാധനവും തിരിച്ച് അയക്കാതെ പൈസ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാമെന്നുള്ള നിങ്ങളെ വേല എന്തായാലും എൻ്റെ അടുത്ത് നടക്കില്ല. അപ്പോൾ ഇത് പറഞ്ഞതെന്ന് പറയുമ്പോൾ നമ്മൾ വേറെ എന്തോ സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ഇത് പറഞ്ഞാണ്. അപ്പോൾ അതുപോലുള്ള ഉടായ്പ് പിടിച്ച ടീമുകൾ ഏതെങ്കിലും എനിക്കിതുപോലെ മെസ്സേജ് അയക്കാൻ വേണ്ടി എന്തെങ്കിലും ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ അങ്ങ് മാറ്റി വെച്ചത് കേട്ടോ. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് ചേച്ചി 100 രൂപ എൻ്റെ കയ്യിൽ കുറവാണ്, എനിക്ക് സാധനം തരണം, അല്ലെങ്കിൽ എനിക്കൊരു 100 രൂപ തരാമോ എന്ന് ചോദിച്ചാൽ നമ്മളെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. ഇതുപോലെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് സാധനവും വാങ്ങി അത് വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ട് ഒരുമാതിരി ഉടായ്പ പിടിച്ച പരിപാടിയായിട്ട് ആരും ഇങ്ങോട്ട് തള്ളിക്കയറി വരാൻ നിൽക്കേണ്ട. നിങ്ങളെല്ലാവരും അല്ല ഞാൻ പറഞ്ഞത്, ആ പുള്ളിക്കാരി കാണുകയാണെങ്കിൽ കാണാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ വീഡിയോയ്ക്ക് ഇടയിൽ അങ്ങനെ വന്ന് ഇതിന് കമൻറ്റ് അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അയച്ച മെസ്സേജുകളും നിങ്ങളെ ഫോൺ നമ്പരും നിങ്ങളെ ബാക്കി ഡീറ്റെയിൽസും എല്ലാം വെച്ച് ഞാൻ ഒരു വീഡിയോയും കൂടെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ചൊന്നും തോന്നണ്ട. കാരണം അമ്മാതിരി വർത്തമാനമാണ് എനിക്ക് ഈ ഫോണിൽ മെസ്സേജ് അയച്ചേക്കുന്നത്. നമ്മൾ പരസ്പരം കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ അയച്ച മെസ്സേജും അവരയച്ച മെസ്സേജും രണ്ടും ഇതിനകത്ത് കിടപ്പുണ്ട്. ഞാൻ അവരുടെ അടുത്ത് തെറ്റായിട്ടുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പോൾ രണ്ടും എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേലയൊന്നും ഇനി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് എടുക്കണ്ട. അപ്പോൾ ഇത്രയും നാൾ ഞാൻ കുറേ നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട് ആരും ഇതുവരെയ്ക്കും എൻ്റെ അടുത്ത് ഇതുപോലുള്ള മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടില്ല. നമുക്ക് മറ്റുള്ളവരെ മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാരം നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ അവരെ പൈസ വാങ്ങി അവർക്ക് സാധനം കൊടുക്കാതിരിക്കുകയോ നമ്മളവരെ പറ്റിക്കുകയോ അവരെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയോ ചെയ്യണമെങ്കിൽ ശരി, നമുക്ക് ഉത്തരം മുട്ടി നിൽക്കാം. അപ്പം 100 രൂപ അയച്ചു, 100 രൂപയുടെ സാധനം കൊടുത്തു. 100 രൂപയുടെ സാധനമല്ല ഞാൻ കൊടുത്തത്, ഞാൻ പറഞ്ഞല്ലോ നല്ല പോ തന്നെയാണ് അവർക്ക് കൊടുത്തത്. അപ്പോൾ അതും വാങ്ങി വിറ്റ് ക്യാഷാക്കി പോക്കറ്റ് ഇട്ടിട്ട് പിന്നെ സംസാരിക്കാൻ വന്നാൽ അതിന് മറുപടി ഞാനും തരും. ഓക്കെ, അപ്പം നമുക്ക് നമ്മളെ കിറ്റിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയിട്ടുള്ളവർ, അതായത് 1 രൂപയുടെ സാധനമായാലും ശരി, 10,000 രൂപയുടെ സാധനമായാലും ശരി, ഇതിൽ ഇടയ്ക്ക് എത്ര രൂപയ്ക്ക് നിങ്ങൾ സാധനം വാങ്ങിയിട്ടുണ്ടോ അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഈ പൈസ അയച്ചതിൻ്റെ റെസീപ്റ്റ് എനിക്ക് എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് തരിക. പൈസ അയച്ചതിൻ്റെ റെസിപ്റ്റ് മാത്രം വാട്സപ്പ് ചെയ്ത് തരിക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ടായിരിക്കും കിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 500 രൂപയുടെ സാധനങ്ങളടങ്ങിയ ഒരു കിറ്റായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 500 രൂപയുടെ സാധനങ്ങളടങ്ങിയ കിറ്റ് ഞാൻ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ, വളരെ വില കുറച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ 500 രൂപയുടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സാധനങ്ങൾ ബീഡ്സും കാര്യങ്ങളും എല്ലാം അതിൽ ഇൻക്ലൂഡായിരിക്കും. അപ്പോൾ 500 രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ ഒരു കിറ്റാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ക്യാഷ് അയച്ചതിൻ്റെ റെസിപ്റ്റ് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരിക. അപ്പോൾ അത്രയും മാത്രം ചെയ്താൽ മതി, റെസിപ്റ്റ് മാത്രം അയച്ചാൽ മതി. പിന്നെ ചിലർ അക്ഷയയിൽ നിന്നൊക്കെ പൈസ അയച്ചിട്ടുള്ളവരുണ്ടായിരിക്കും കേട്ടോ. 1-2 പേര് എനിക്ക് അക്ഷയയിൽ നിന്ന് പൈസ അയക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുള്ളവർ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ആയിട്ടുള്ളവരെ എനിക്കറിയാൻ പറ്റും. എൻ്റെ ബുക്കിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഡേറ്റ് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ 500 രൂപയുടെ ഒരു കിറ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയുള്ള കിറ്റാണ്. അത് അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ കുറച്ച് ലെങ്ത് കൂടിപ്പോയി. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. എല്ലാവർക്കും ബൈ ബൈ.